ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇച്ചേഴ്സ് ന്യൂസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാനല്ല എന്ന് നിങ്ങൾക്ക് എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് താങ്ക്സ് പറയാമെന്ന്. നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി കൂടി യാത്ര പോകുന്നുള്ളത്. എനിക്ക് അൽഹംദുലില്ലാ 2K അബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 2K ആയിക്കഴിഞ്ഞാൽ എൻ്റെ വക ട്രീറ്റ് എന്ന് എൻ്റെ ബ്രോ പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ ചിലവിൽ ട്രീറ്റ് കഴിക്കാനാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാസർഗോഡ് നാട്ടിലെ കാഞ്ഞങ്ങാടുള്ള ഒരിക്സ് വില്ലേജ് കഫേയിലേക്കാണ് പോകുന്നുള്ളത്. ഞങ്ങളുടെ കാഞ്ഞങ്ങാടിലെ ഫേമസ് ആയ അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു കഫേയാണിത്. അപ്പോൾ ആ കഫേയുടെ ഭംഗി ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, കണ്ടു തന്നെ അറിയാം. അപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഫേ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയും വലിയൊരു കഫേ ആണെന്ന്. ഉച്ചയുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കഫേയാണിത്. ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞാനും വെച്ചും ഇവിടുത്തെ സൂഫി ടീയും ചിക്ക് പോപ്പും കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അതിന്. കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് നല്ല റഷുള്ള ഏരിയ ആയിരുന്നു. കാർ പാർക്കിങ്ങിനൊക്കെ വിശാലമായിട്ടുള്ള സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. മുമ്പൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്പേസ് ഉണ്ടാക്കില്ല, അത്രയ്ക്ക് ആളുണ്ടാക്കുന്നുണ്ട്. ഇപ്പം കൊറോണ ഒക്കെ വന്നുകൊണ്ട് നല്ല കുറവാണ്. അപ്പോൾ നമുക്ക് ബ്രോൻ്റെ 2K ട്രീറ്റ് കഴിക്കുന്നതിന് മുമ്പേ വില്ലേജ് കഫേയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് ഒറിക്സ് വില്ലേജിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. കുട്ടികൾക്ക് കളിക്കാനും പാർക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡിയാണ്. പ്രയർ ഹാള് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഇച്ചുവിനും ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഈ ചിൽഡ്രൻസ് പാർക്കിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിസ് യു ഡിയേഴ്സ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബാംബു റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഇതൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ ഇച്ചുവിൻ്റെ കൂടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം അതിനകത്ത് കയറിയിരുന്നു. നല്ലൊരു എന്താ പറയുക, ജംഗിളിലൊക്കെ ഇരിക്കുന്നൊരു ഫീലാണ് അതിനകത്ത്. പിന്നെ ഇവിടെ സൈഡായിട്ടൊരു കേക്ക് കഫേ ഉണ്ടായിരുന്നു. കേക്ക് പീസ് കഴിച്ചിട്ട് ഞാനും ഇച്ചു ഈ സീറ്റിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചു മിസ് യു. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വ്യായാമം ചെയ്യാനായിട്ട് ഇവിടെ എക്സസൈസ് മെഷീൻസൊക്കെ ഉണ്ട്. ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് പ്രയർ ഹാള്. പിന്നെ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന പ്ലേസാണ്. ഈ കാണുന്ന ഫ്രെയിമൊക്കെ വെച്ച് നല്ല ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പഴയ ഓട്ടുപാത്രങ്ങളുടെയൊക്കെ ഫ്രെയിമാണിത്. ഇവിടുന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് കുറേ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് പാർട്ടി ഹാൾ. ഇവിടെ വെച്ച് എൻഗേജ്മെൻറ്റ്, മാരേജ് ഫങ്ഷനൊക്കെ നടത്താറുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു വിശാലമായിട്ടുള്ള കഫേയാണിത്. അപ്പോൾ ഏകദേശം ഒറിക്സ് വില്ലേജ് കഫേയൊക്കെ കാണിച്ചു തന്നു. നല്ല വിശപ്പ്, ഇനി കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവർ പാക്കപ്പ് ചെയ്യാന്ന് എന്തോ ചെറിയൊരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൻ്റെ എൻട്രി അടിപൊളിയായിട്ടാ. ഫോട്ടോ ഒക്കെ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കിട്ടുന്ന മെയിൻ ഹാളിൽ കേക്ക് സെക്ഷനാണ് കേട്ടോ. എല്ലാവിധ കേക്ക്സ് ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ സെക്കൻഡായിട്ടാണ് ഫുഡ് ഹാൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നടുമുറ്റത്തിൻ്റെ അടുത്തായിട്ട് ഒരു ടേബിൾ കിട്ടി. മെനു കാർഡ് വന്നിട്ടുണ്ട്. ബ്രോ എന്നോട് എന്ത് വേണേലും സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാന്ന്. ഒരു വെയിറ്റർ വന്നു, ഞങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തോട്ടോ. എനിക്ക് സ്പൈസി അൽഫാമും ബട്ടർ നാനും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഈ ഫുഡ് ഹാളിൽ നടുമുറ്റം ക്രിയേറ്റ് ചെയ്തതുകൊണ്ടോ ഞങ്ങൾക്ക് ഇതിനടുത്ത് തന്നെയാണ് ടാബ് ഇട്ടിട്ടുള്ള നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്പൈസി അൽഫാമും ബട്ടർ നാനും. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഉച്ചൻ്റെ കൂടെ വന്നപ്പോൾ ഒരു ചീനകല ബിരിയാണി കഴിച്ചിരുന്നു. കുറേ ഫിഷൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയാണത്. അൽഫാം കണ്ടാൽ തന്നെ മനസ്സിലാവും പൊളിയാണെന്ന്. പിന്നെ ഇവിടുത്തെ ഗാർലിക് പേസ്റ്റ് മയോനൈസ് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചിക്ക് പോപ്പ് കഴിക്കുമ്പോൾ അവർ ടൊമാറ്റോ കെച്ചപ്പാണ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാറുള്ളത്. പക്ഷേ ഇച്ചുവിനറിയാം എനിക്ക് ഗാർലിക് പേസ്റ്റാണ് ഇഷ്ടമെന്ന്. അപ്പോൾ അതും കൂടി വാങ്ങിത്തരാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ സൂഫിറ്റിയും ചിക്ക് പോപ്പൊക്കെ കഴിക്കണം. ഇവിടുത്തെ എല്ലാ ഫുഡും ടേസ്റ്റാണ്. എല്ലാ ഫുഡിൻ്റെയും ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൊടുത്തന്നെ ഒരു മിൻറ്റ് ലൈമൊക്കെ കുടിച്ച് ഫ്രഷായി. മിൻറ്റ് ലൈമും സൂപ്പറാണ് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ പുറത്തൊക്കെ ഇരുന്നു. വെറുതെ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഞാൻ അവനോട് സൂഫിറ്റിയും കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൂഫിറ്റി കൊടുക്കണമെങ്കിൽ സെക്ഷൻ മാറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഭാഗത്ത് ഞങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് പുറത്ത് തന്നെയാണ് ഞാൻ കഫേയിലേക്ക് പോകുന്നുള്ളത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. നമുക്ക് ഞാൻ പറഞ്ഞ സൂഫിറ്റി ഒന്ന് പരിചയപ്പെടുത്തണ്ടേ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ടീയാണത്. കഫേയുടെ എൻട്രി ഭാഗത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചിൽഡ്രൻ പാർക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ടാബിൾ കിട്ടി. ഇവിടെ കുറച്ച് തിരക്കുണ്ട്, കപ്പിൾസാണ് കൂടുതലും. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് കേക്ക്സും സൂഫിറ്റിയാണ്. ചിക്ക് പോപ്പ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അൽഫാമൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളാണ്. ഇനി അത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെയിറ്റർ നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ റെഡ് വെൽവെറ്റാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ റെഡ് വെൽവെറ്റ് നല്ല സോഫ്റ്റാണ്. പക്ഷേ റെഡ് വെൽവെറ്റ് തീർന്നു പോയി. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റുമാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മളിത് കഴിക്കാം. നല്ല സോഫ്റ്റാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും ഒന്നിനൊന്ന് മെച്ചാണ്. ഒന്നിനൊരു കുറവ് പറയാനില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, എന്ത് ഓർഡർ ചെയ്താലും കുറച്ച് ലേറ്റായിട്ടേ കിട്ടൂ. ഞങ്ങൾ കേക്ക് മുഴുവനും കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് സൂഫിറ്റി കിട്ടിയത്. ഫ്രഷ് ഐറ്റം ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സൂഫിറ്റി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സൂഫിറ്റി. ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണിത്. 2 ലെയറായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. മുകളിൽ ബൂസ്റ്റ് പൗഡർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇത് കഴിക്കേണ്ട രീതി ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നാൽ ഇത് കഴിക്കാൻ മറക്കണ്ട. അപ്പോൾ സൂഫിറ്റിയും കേക്കും അൽഫാമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2K ട്രീറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഓറിക്സ് എപ്പോഴെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ബ്രോക്കും ഞാൻ ഒന്നും കൂടി താങ്ക്സ് പറയാണ്. നിങ്ങളെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ട്രീറ്റ് കിട്ടിയത്. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.